ഷൊർണൂരിലെ KVR ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്ക്. കൃഷി എന്നാൽ പഠനത്തിന്റെ ഭാഗം കൂടിയാണ്. ജൈവകൃഷിയിലൂടെ സ്വന്തമായി വിളവെടുത്ത പച്ചക്കറികൾ ഉപയോഗിച്ചാണ് ഇവിടുത്തെ കുട്ടികൾക്ക് വിഭവസമൃദ്ധ ഉച്ചഭക്ഷണം വിളമ്പുന്നത്. പച്ചക്കറിക്കൊപ്പം ഓണത്തിനായുള്ള പൂകൃഷിയും ആരംഭിച്ചിട്ടുണ്ട്. വെണ്ട, പച്ചമുളക്, പയർ, തക്കാളി, വഴുതിന തുടങ്ങി 8ഓളം വിളകളാണ് ഷൊർണൂരിലെ KVRന്റെ മുറ്റത്തെ ഹരിതാപമാക്കുന്നത്. KVR ഹൈസ്കൂളിലെ തനിമ കാർഷിക ക്ലബ്ബാണ് തരിശുനിലത്തിൽ കാർഷിക വിപ്ലവം തീർത്തത്. 2 വർഷമായി ഉച്ചഭക്ഷണ പദ്ധതിയിലേക്ക് ആവശ്യമായ വിഷരഹിത പച്ചക്കറികൾ വിളയുന്നത് വിദ്യാലയത്തിലെ കുട്ടികളുടെ കൊച്ചുകരങ്ങളിലാണ്. ഞങ്ങളുടെ സ്കൂളിൽ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായിട്ട് കുറച്ച് പച്ചക്കറികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. മഴയില്ലാത്തപ്പോൾ വെള്ളവും ദിവസേന വളവും ജൈവ കീടനാശിനികളൊക്കെ കൊടുത്തിട്ടാണ് ഇവ പരിപാലിക്കുന്നത്. ഓരോ ക്ലാസ്സുകാരും പുല്ല് പറിക്കാനും അങ്ങനെ പലവിധ കാര്യങ്ങൾക്കായിട്ട് ഇതിന് സഹകരിച്ച് പോകുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് ഇത് പരിപാലിച്ച് പോണത്. വിഷരഹിതമായ പച്ചക്കറികൾ ഉണ്ടാക്കുന്നതിനൊപ്പം കുട്ടികളിൽ കൃഷിയുടെ താല്പര്യം വർദ്ധിപ്പിക്കാനും ഈ പദ്ധതിക്ക് സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് അധ്യാപകർ. വിദ്യാർത്ഥികളിൽ നിന്ന് വലിയ തോതിലുള്ള സഹകരണമാണ് ലഭിക്കുന്നതെന്ന് മാനേജർ KR മോഹൻദാസ്. ഇതിന് പ്രധാനമായിട്ട് നമ്മുടെ ഉച്ചഭക്ഷണത്തിന് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കൊടുക്കുക കുട്ടികൾക്ക് എന്നുള്ളതാണ് ആദ്യത്തെ ഉദ്ദേശം. അതിന് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇവിടുത്തെ പച്ചക്കറി കൊണ്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതിന് വലിയൊരു നേട്ടമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലമാണ് ഇത് കാര്യമായിട്ട് തുടങ്ങിയത്. ഇക്കൊല്ലം അതിലും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ വിവിധ പച്ചക്കറികൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കാര്യമായിട്ട് മുഴുവൻ ഉച്ചഭക്ഷണത്തിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള KVR ഹൈസ്കൂളിലെ 10 സെന്റിലെ പച്ചക്കറി കൃഷിക്കൊപ്പം ഓണത്തിനായുള്ള പൂക്കൃഷിയും തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്തെ മറ്റ് സ്കൂളുകൾക്കും മാതൃകയാക്കാവുന്ന വലിയൊരു പച്ചക്കറി കൃഷി പദ്ധതിയാണ് ഷൊർണൂർ KVR ഹൈസ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത്. ക്യാമറമാൻ മഹേഷ് പാലക്കാടിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്, പാലക്കാട്.